ഈ പറയുന്ന മൂന്ന് ഗുണങ്ങൾ നമുക്കുമൊന്ന് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ? ഈ പറയുന്ന നന്മകളൊന്ന് ചെയ്യാൻ കഴിയുമോ? ഈ പറയുന്ന നന്മകളൊന്ന് ചെയ്യാൻ കഴിയുമോ? ഈ പറയുന്ന നന്മ ചെയ്താ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, മാതാപിതാക്കളോട്, ചെറുപ്പക്കാരോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മൂന്ന് കാര്യമാണ്. ഈ മൂന്ന് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊന്ന് ചെയ്യാൻ കഴിയുമോ? ഈ പറയുന്ന മൂന്ന് നന്മകളൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയുമോ? അങ്ങനെ മുറുകെ പിടിച്ചാ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാ. അതുകൊണ്ട് പടച്ചവനെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുന്ന വെള്ളിയാഴ്ച രാവാട്, ദുആയിക്ക് ഇജാബത്തുള്ള രാവാട്. പടച്ചവനെ അല്ലാഹു ഇതുപോലെ ഇനി ഒരു അവസരം തരണമെന്നില്ല. അതുകൊണ്ട് പടച്ചവനെ അവിടെയും ഇവിടെയും ദൂരെ മാറി നിൽക്കുന്നവരോട് പറയുകയാ, ഇത് ദുനിയാവിലെ സ്വർഗ്ഗമാ, ഇത് ദുനിയാവിലെ സ്വർഗ്ഗമാ. ഞാൻ പറയാൻ പോകുന്നത് മരണത്തിന് ശേഷമുള്ള സ്വർഗ്ഗത്തെ കുറിച്ചാ. അതുകൊണ്ട് പുറത്തും റോഡിന്റെ പരിസരത്ത് നിൽക്കുന്നവരോട് പറയുകയാ, ആദ്യം നീ ദുനിയാവിലെ സ്വർഗ്ഗത്തിൽ കേറ്. ആദ്യമൊന്ന് ദുനിയാവിലെ സ്വർഗ്ഗത്തിൽ കേറ്. ഈ സ്വർഗ്ഗത്തിൽ കേറിയ ആഖിറത്തിലെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള അവസരം അല്ലാഹു നിനക്ക് തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്ന് നന്മകൾ പറഞ്ഞു തരാ. പടച്ചവനെ മൂന്ന് നന്മകൾ പറഞ്ഞു തരാ. ഈ പറയുന്ന മൂന്ന് നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലൊന്ന് മുറുകെ പിടിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യമെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ കാര്യമെന്തെന്നറിയോ? ഒന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒരു നന്മയെന്നോ പറയപ്പെട്ടാൽ, ഒരു നല്ല കാര്യം പറയപ്പെട്ടാ പടച്ചവനെ പിന്നെ അവന് ധൃതിയാണ്, അവന് സമാധാനമില്ല, അവന് വല്ലാത്ത വെപ്രാളമാണ്. എന്തിനാണെന്നറിയുമോ? ആ നന്മയൊന്ന് ചെയ്യണം, ആ നന്മയൊന്ന് ചെയ്യണം. ആ നന്മ ചെയ്യാതെ അവന് സമാധാനമില്ല. ആ പറയപ്പെട്ട കാര്യം ഉസ്താദന്മാര് പറഞ്ഞതാകട്ടെ, വഅദിനെ കേട്ടതാകട്ടെ, അത് നിസ്കാരമാകട്ടെ, ഖുർആനിലെ ആയത്താകട്ടെ, ദിക്റുകളാകട്ടെ, എന്തുമാകട്ടെ, ഒരു നന്മ പറഞ്ഞാ പിന്നെ ധൃതിയാടോ, പിന്നെ ധൃതിയാടോ. പടച്ചവനെ അവർക്ക് സമാധാനമില്ല. അത് ചെയ്യാതെ അവർക്ക് സമാധാനം കിട്ടൂല. പടച്ചവനെ വല്ലാത്ത ധൃതിയാട്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നന്മയിൽ മത്സരിക്കുന്നവർ, നന്മയിൽ മത്സരിക്കുന്നവർ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് പ്രവാചകന്മാരുടെ ഒരു ഗുണമായിരുന്നു. അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന ഒരു ഗുണമാണ്. ഒരു ഉദാഹരണം പറയട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇഹ്തത ഇബ്രാഹിം വഹുവ ഇബ്നു 80 സന. അല്ലാഹുവിന്റെ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 80 വയസ്സ് പൂർത്തിയായി. ഇബ്രാഹിം നബിക്ക് 80 വയസ്സുണ്ട്. ആ 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, ഇബ്രാഹിം നബിയേ, സുന്നത്ത് കല്യാണം നടത്തണം നബിയേ. ലോകത്ത് ആദ്യമായിട്ട് ഇബ്രാഹിം നബിയുടെ മുമ്പിലാണ് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹി വരികയാ. സുന്നത്ത് കല്യാണം നടത്താൻ, മാർഗ കല്യാണം നടത്താൻ എങ്ങനെയാണ് നടത്തേണ്ടതെന്നറിയില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയില്ല. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൽപ്പന വരികയാ. പടച്ചവനേ, അല്ലാഹുവേ,
അതാ പടച്ച റബ്ബിന്റെ കൽപ്പന വന്നപ്പോ ഇബ്രാഹിം നബി എന്ത് ചെയ്തെന്നറിയുവോ? തന്റെ കയ്യിലൊരു മഴുവിരുന്നോ, തന്റെ കയ്യിലൊരു മഴുവിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പന വന്ന സുന്നത്ത് കർമ്മം, അതാ സുന്നത്ത് കല്യാണം നടത്താം. ഇബ്രാഹിം നബിയുടെ കയ്യിലൊരു മഴുവിരിക്കുകയാണ്. ആ മഴുവ് കൊണ്ട് സ്വന്തമായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സുന്നത്ത് കല്യാണം നടത്തി. പടച്ചവനെ, മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോ പടച്ചവനെ കാണുന്ന രംഗമെന്തെന്നറിയോ? ഇബ്രാഹിം നബി രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാ. ഇബ്രാഹിം നബി രക്തത്തിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുകയാ. ആ രംഗം കണ്ടിട്ട് യാ ഖലീലല്ലാഹ്, അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാം. ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് പ്രയോജനമുള്ള രാത്രിയാകാൻ എന്റെ പ്രിയപ്പെട്ടവരെ ആരാണ് പറഞ്ഞു തരുന്നത്? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവകൾ അവിടുന്ന് നിവേദനം ചെയ്യുകയാ. അന്ന ഫാത്തിമത്തു ബിൻത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് പടച്ചവനെ അലിയാർ തങ്ങളെ പറയുകയാണ്, പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും അവിടുന്ന് ജീവിക്കുകയാണ്. അവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചവരാണ്. അവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചവരാ. പടച്ചവനെ, ഫാത്തിമ ബീവിക്ക് വല്ലാത്ത കഷ്ടപ്പാടാ. അലിയാർ തങ്ങൾ ഗൾഫുകാരനല്ല, ഒരുപാട് സമ്പത്തുള്ളവനല്ല, പാവപ്പെട്ടവരാണ്. പടച്ചവനെ, അലിയാർ തങ്ങളുടെ ജോലി എന്തെന്നറിയോ? ആദ്യമൊക്കെ പടച്ചവനെ പുല്ല് കെട്ടിയിട്ട് ഒട്ടകമുള്ള വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിച്ച പാവപ്പെട്ടവരാ. പടച്ചവനെ, അലിയാർ തങ്ങള് അവസാനമല്ല വീട്ടില് മാവ് കുഴയ്ക്കുകയാണ്. മാവ് കൊണ്ട് റൊട്ടിയുണ്ടാക്കി പടച്ചവനെ മാവ് പൊടിച്ചിട്ട് അതുകൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾ കൊണ്ട് വിൽക്കുന്ന കുടുംബമാണ് ഫാത്തിമയുടെ കുടുംബം. വല്ലാത്ത ജോലിയാ പെങ്ങള്, വല്ലാത്ത കഷ്ടപ്പാടാ പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പഠിക്കണം. അതാ വീട്ടിൽ ചോറ് വെക്കുന്നതിനും കറി വെക്കുന്നതിനും തുണി കഴുകുന്നതിനും വീട് തൂക്കുന്നതിനും സങ്കടപ്പെടുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, പരാതി പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. നിങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കഷ്ടപ്പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പെങ്ങളെ, നീ പഠിക്കണം. നീ അറിഞ്ഞിരിക്കേണ്ട ചില നന്മകളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ കൈ പൊട്ടിയിടിയിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. ആരാ ഫാത്തിമ എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, നാളെ സ്വർഗ്ഗത്തിന്റെ റാണികള്, സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാക്കന്മാര് 4 പെണ്ണുങ്ങളാ. 4 പെണ്ണുങ്ങൾ. അല്ലാഹു അർബഅമിന് നിബിതങ്ങൾ പറഞ്ഞ സ്വർഗ്ഗത്തിന്റെ നായികമാര് 4 പേരാണ്. ആ 4 പെണ്ണുങ്ങളാണ് നിങ്ങളുടെ നേതാക്കന്മാര്. ആ 4 പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു പെണ്ണാണ് മഹ്ദി ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ ആട്ടുകല്ല് കൊണ്ട് അരിപിടിച്ച് ആ അരി ഇങ്ങനെ പൊടിച്ചിട്ട് 2 കൈയും പൊട്ടിയിടിക്കുകയാണ്. നിങ്ങളെ, നീ ചിന്തിക്കും, ഉസ്താദേ, അത് എങ്ങനെ പൊട്ടാനാണ്? ഫാത്തിമയ്ക്ക് സമയമില്ലടോ, ഫാത്തിമയ്ക്ക് സമയമില്ല. നിന്നെ പോലെയല്ല ഫാത്തിമ. നീ പഠിക്കും, നീ എപ്പോഴും പറയും സമയമില്ല, സമയമില്ല. എന്റെ ജോലി എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ. എങ്കിലും ഫാത്തിമ ബീവിയുടെ ജോലി എങ്ങനെയെന്നറിയുമോ? ഫാത്തിമയ്ക്ക് ഹസനും ഹുസൈനും എന്ന് പറയുന്ന 2 മക്കളുണ്ട്. 2 പേരും 1 വയസ്സിന്റെ വ്യത്യാസം. ഫാത്തിമയുടെ ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു 2 പേർക്കും 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ 2 മക്കളെയും തൊട്ടിലിൽ കിടത്തിയിട്ട് കൈ കൊണ്ടാട്ടാ സമയമില്ല, കൈ കൊണ്ടാട്ടി ഉറക്കാ സമയമില്ല. ഫാത്തിമ എന്ത് ചെയ്യുമെന്നറിയോ? ആ കാലിൽ ഒരു കയറ് കെട്ടിയിട്ട് അല്ലാഹുവേ, ഇങ്ങനെ മാവ് പൊടിക്കുമ്പോ കാലിൽ കയറ് കെട്ടിയിട്ട് കാലുകൊണ്ട് ആട്ടിയാട്ടിയാ മക്കളെ ഉറക്കിയിരുന്നത്. നിങ്ങൾക്ക് ചരിത്രമെടുത്ത് വായിച്ചു നോക്കാം. ഇത് സീരിയലിന്റെ കഥയല്ല, ഇത് സിനിമ കഥയല്ല.
അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബ ജീവിതമാണ് പറയുന്നത്. പടച്ചവനെ മാവ് പൊടിച്ചു പൊടിച്ച് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ വാപ്പാനെ കാണാൻ പോവുകയാണ്. അലിയാര് തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോ പൊട്ടിയ കൈ കാണി കുടിച്ചിട്ട് സങ്കടം പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നബി തങ്ങളുടെ മകളതാ ഭർത്താവിനെ കൈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ കൈ പൊട്ടി വല്ലാത്ത പ്രയാസമാ. സങ്കടത്തിലിരിക്കുന്ന ഫാത്തിമയെ കണ്ടപ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ വീട്ടിൽ ചെന്നിട്ട് വാപ്പയോട് പറ, ഒരടിമയെ തരാൻ. ഒരുപാട് അടിമകളുണ്ടല്ലോ, നീ ചോദിച്ചാ വാപ്പ നിനക്കൊരടിമയെ തന്നാൽ വീട്ടിലെ ജോലികൾ ചെയ്യിപ്പിക്കാമല്ലോ, നിനക്കൊരു സഹായമാകുമല്ലോ. അതുകൊണ്ട് നീ ചെന്നിട്ട് നബി തങ്ങളോട് ഒരടിമയെ ചോദിക്കൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ എന്ന പിതാവിനെ കാണാൻ പോകുകയാ. പെങ്ങളെ നബി തങ്ങളെ തെരഞ്ഞു പോകുമ്പോ ഫാത്തിമ ചെല്ലുമ്പോ വാപ്പ വീട്ടിലില്ല. അല്ലാഹുവിന്റെ റസൂൽ എവിടോ പോയിരിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് തന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് സങ്കടം പറഞ്ഞു, ഉമ്മ വാപ്പ വരുമ്പോ എന്റെ അവസ്ഥയൊന്ന് പറയണേ, ഒരടിമയെ തരാ പറയട്, ഒരടിമയെ തരാ പറയട്. ഫാത്തിമ സങ്കടപ്പെട്ടുകൊണ്ട് ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് കൈ കാണിച്ചു കൊടുത്തിട്ട് സങ്കടം പറഞ്ഞ് തിരിച്ചു വരികയാണ്. പടച്ചവനെ നബി തങ്ങൾ അന്ന് വീട്ടിൽ വന്നപ്പോ താമസിക്കുകയാ. ഒരുപാട് താമസിച്ചാണ് നബി തങ്ങൾ വന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുത്തു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, ഫാത്തിമ വന്നിരുന്നു നബിയേ. ഫാത്തിമയുടെ അവസ്ഥ വല്ലാത്ത സങ്കടമാണ്. പൊന്നുമോള് കൈപൊട്ടിയിരിക്കുകയാണ്. അവിടത്തെ ജോലി ചെയ്ത് അതാ കല്ല് പിടിച്ച് കൈ രണ്ടും പൊട്ടിയിരിക്കുകയാണ്. സങ്കടപ്പെട്ടുകൊണ്ടാണ് വന്നത്. എനിക്ക് സഹിച്ചില്ല നബിയേ, ഫാത്തിമയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുമ്പോ നബി തങ്ങൾ ആ രാത്രിയിൽ എഴുന്നേറ്റടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മകളുടെ വീട്ടിലേക്ക് പാതിരാത്രി കടന്നു ചെല്ലുകയാണ്. നബി തങ്ങൾ ആ രാത്രിയിൽ തന്നെ പോയടോ. പൊന്നുമോളുടെ സങ്കടമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ചെന്ന് രാത്രി അവിടെ നിന്ന് വിളിക്കുകയാ. രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് വാതിൽ തുറന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു ചെല്ലുമ്പോ അലിയാര് തങ്ങൾ കിടക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, അവിടെ ഇരിക്കലിയേ, ആ ഇരിക്കുന്ന വിരിപ്പിൽ തന്നെ ഇരിക്കലിയേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ചടുത്തിരുത്തി. എന്നിട്ടും ഭാര്യയും ഭർത്താവിനോടും പൊന്നാര മകളുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഈ കടപ്പുറത്ത് വഅദ് കേൾക്കാമെന്ന വാപ്പമാരെ, ഒരു വാപ്പ എങ്ങനെയാകണമെന്ന് പഠിക്കൂ. പെൺമക്കളുള്ള ഉപ്പമാര് പഠിക്കേണ്ടതാണ്. മകൾക്ക് ഭർത്താവിന്റെ വീട്ടിലെ പല പ്രയാസങ്ങളും കാണും. കഷ്ടപ്പാടിന്റെ കഥ പറയും. നിന്റെ മരുമകൻ സമ്പന്നനാകണമെന്നില്ല, അവന് പാവപ്പെട്ടവനാകാം. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ മക്കള് വീട്ടിൽ വന്ന് അവരുടെ ചെറുപ്പകാലമാണ്, അവർക്ക് പക്വത കുറവാണ്. അവര് പലതും നിന്റെ അടുക്കൽ വന്ന് പറയുമ്പോ ഒരു വാപ്പയാകണം ഉപ്പാ. ഒരു വാപ്പ എങ്ങനെയാകണമെന്നറിയോ? രണ്ട് കൈയും പൊട്ടിയിട്ട് സങ്കടം പറഞ്ഞ് മകളുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ, പൊന്നാര മകളായ ഫാത്തിമ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ ഫാത്തിമ? നിന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താൽ നിന്റെ
നിന്റെ ഭർത്താവിനും നിന്റെ മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ ഫാത്തിമ? ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുക്കണം ഫാത്തിമ. ഭർത്താവിന്റെ തുണി കഴുകുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഭക്ഷണം വെച്ചു കൊടുക്കുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഭർത്താവിന്റെ തലയിൽ എണ്ണ തേക്കുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മയ്ക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? പെങ്ങളെ, എന്നെ അടുക്കളയിൽ പൂട്ടിക്കിട്ടിരിക്കുകയാണ് എന്ന സങ്കടം പറയുന്ന യുവത്വമേ, നിനക്കറിയുവോ ആ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്നിട്ട് പടച്ചവനെ ജോലി ചെയ്യുമ്പോ നിന്റെ ശരീരം വിയർക്കുമല്ലോ. ഇട്ടിരിക്കുന്ന മാക്സിയിലൂടെ ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുന്ന പെങ്ങള്, നിനക്കറിയുവോ അതിന്റെ പ്രതിഫലം എന്താണെന്ന്? ആ വിയർപ്പ് തുള്ളിയുടെ പ്രതിഫലം എന്തെന്നറിയുവോ? ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കാൻ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ വിയർത്ത് ഒരു തുള്ളി വിയർപ്പ് താഴെ വീണ നരകത്തിൽ നിന്ന് രക്ഷയാ ഉമ്മ. നീ നിന്റെ ഭർത്താവിന്റെ തുണി കഴുകി കൊടുക്കൂ, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കൂ, ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കൂ, നിന്റെ മക്കൾക്ക് പാല് കൊടുക്കുന്ന പെങ്ങള് ജിഹാദിന്റെ കൂലിയാ മോളെ. 2 വയസ്സുവരെ നിന്റെ ആരോഗ്യം പരിഗണിക്കാതെ നിന്റെ മക്കൾക്ക് നീ പാല് കൊടുത്താ സയ്യിദാ ജിഹാദിന്റെ കൂലി അല്ലാഹു തരും പെങ്ങള്. ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിക്കൂ, ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കടോ. കണ്ടവന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല, കണ്ടവന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല. എങ്കിലും വാഴ കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പറ്റുമോ? പെങ്ങളെ, നിനക്കും മടിയാ മോളെ. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാൻ നിനക്കും മടിയാ. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ ചിരിക്കണം പെങ്ങള്. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പരിഹസിക്കലല്ല, കളിയാക്കലല്ല. ആത്മാർത്ഥമായി സ്നേഹത്തോടെ നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്ക്. അതാ ജോലി കഴിഞ്ഞ് കടലിൽ പോയി മീൻ പിടിച്ച് വിയർത്തൊലിച്ച് വൈകുന്നേര സമയത്ത് ശരീരം തളർന്നുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന് വീടിന്റെ കവാടത്തിൽ കാത്തു നിന്നിട്ട് വീട്ടിലേക്ക് ക്ഷീണിച്ച് കടന്നു വരുന്ന ഭർത്താവിനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സലാം പറഞ്ഞ് സ്വീകരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോ നിന്റെ ചുമലിൽ കിടക്കുന്ന, നിന്റെ തലയിൽ കിടക്കുന്ന ഷാളിന്റെ ഒരു തുമ്പെടുത്ത് ഭർത്താവിന്റെ നെറ്റിത്തടമൊന്ന് തുടച്ചു കൊടുക്ക്. പെങ്ങളെ, ഇതിനാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് എന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കൈ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല കൈ പിടിച്ചിട്ട് ഫാത്തിമയോട് പറയുന്നു, ഫാത്തിമ, വീട്ടിൽ വന്ന് അടിമയെ ചോദിച്ചല്ലോ, എങ്കിൽ അതിനേക്കാളും നിനക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാ നിനക്ക് ഞാനൊരു നന്മ പറഞ്ഞു തരട്ടെയോ ഫാത്തിമ? അലിയാലി ഞങ്ങൾ അടുത്തിരിക്കുന്നുണ്ട്. പറഞ്ഞതാ വാപ്പാ, പറഞ്ഞതാ വാപ്പാ. വീട്ടുജോലിയിൽ കഷ്ടപ്പെട്ട് കൈപൊട്ടിയിരുന്ന പൊന്നുമോള് പരാതി പറഞ്ഞപ്പോ, ഒരടിമയെ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത നന്മ എന്തെന്നറിയുവോ ഫാത്തിമ? അടിമയെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് പ്രയോജനമുള്ള അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? പറഞ്ഞതാ വാപ്പാ. നിബിധങ്ങൾ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറ ഫാത്തിമ.
അത് നിനക്ക് പ്രയോജനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പെങ്ങളെ അലിയാർ തങ്ങൾ പറയുകയാ ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. അന്ന് നബി തങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ അന്ന് രാത്രി ആ വിരിപ്പിൽ പിരിച്ചിരുത്തിയിട്ട് നബി തങ്ങൾ പറഞ്ഞതിന് ശേഷം മരിക്കുന്ന കാലം വരെ ഞാൻ മുടക്കിയിട്ടില്ല സഹാബ. മരിക്കുന്ന കാലം വരെ അലിയാർ തങ്ങളത് മുടക്കിയിട്ടില്ല, ഫാത്തിമ ബീവി അത് മുടക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. വിധങ്ങൾ പറഞ്ഞു കൊടുത്തു ഫാത്തിമ ഉറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഇത് നീ പറ, ഇത് നിനക്ക് പ്രയോജനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ രക്തത്തിൽ കുളിച്ച്. അപ്പോഴാണ് ജിബ്രീൽ ചോദിക്കുന്നു യാ ഖലീലല്ലാഹ്, അല്ലാഹുവിന്റെ ഖലീല ഇബ്രാഹിം നബിയെ എന്തേ നിങ്ങൾക്കൊന്ന് ക്ഷമിച്ചുകൂടെ? ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന സൂക്ഷ്മതയോടുകൂടി ചെയ്തുകൂടെ? അപ്പോഴാണ് ഇബ്രാഹിം നബി പറയുന്നത് അല്ലാഹുവിന്റെ കൽപ്പനയല്ലേ, പടച്ച റബ്ബിന്റെ കൽപ്പനയാണല്ലോ, എനിക്ക് ക്ഷമിക്കാൻ മനസ്സില്ല, എനിക്ക് അല്പനേരം ക്ഷമിച്ച് നിൽക്കാൻ മനസ്സില്ല. അല്ലാഹുവിന്റെ കൽപ്പന വന്നാ പിന്നെ ചെയ്യണമല്ലോ. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞാ പിന്നെ സമാധാനമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു വല്ലാത്ത ഗുണമാണ്, ഇത് വല്ലാത്ത ഒരു ഗുണമാണ്. ഇത് നമ്മുടെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകനെ ബദറിന്റെ രണാങ്കണത്തില് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ഉഹദിന്റെ രണാങ്കണത്തില് പടച്ചവനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് സ്വഹാബത്തിനെ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിന് പോകാൻ സ്വഹാബികൾ തയ്യാറായി നിൽക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു സ്വഹാബ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാ, അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാ സ്വഹാബ, സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സ്വഹാബ. നബി തങ്ങൾ അവിടുന്ന് പറയുകയാ, ഈ കാണുന്ന ഉഹദിന്റെ രണാങ്കണമുണ്ടല്ലോ, ഈ രണാങ്കണത്തിൽ നിന്ന് സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു എന്ന് നബി തങ്ങൾ അവിടുന്ന് പറയുമ്പോ ഒരു ചെറുപ്പക്കാരൻ നിന്ന് ചിരിക്കുകയാ. മഹാനായ ഉമൈർ ഇബ്നു ഹുമാമ റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാരാ പഠിക്കണം പൊന്നുമോനെ, ചെറുപ്പക്കാരാ പഠിക്കണം പൊന്നുമോനെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ ഉമൈർ ഇബ്നു ഹുമാമ എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ ആ രണാങ്കണത്തിൽ നിന്നുകൊണ്ട് ചിരിക്കുകയാ. അല്ലാഹുവേ ബഖിൻ ബഖിൻ, എനിക്ക് സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുമ്പോ നബി തങ്ങൾ ചോദിക്കുന്നു ഉമൈറേ, ഇത്ര സന്തോഷമെന്തേ ഉമൈറേ, ഇത്ര സന്തോഷമെന്തേ ഉമൈറേ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാ നബിയേ, മാ ഹമലക അലാ ഖൗലിക, അങ്ങയുടെ വാക്ക് കേട്ടിട്ട് ഞാൻ ചിരിച്ചതാ നബിയേ. സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നല്ലോ, സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നല്ലോ, അതുകൊണ്ട് നബിയേ സന്തോഷം കൊണ്ട് ചിരിച്ചതാ. അടുത്തത് എന്റെ അവസരമാണല്ലോ, ഞാനാണ് അടുത്ത ഇറങ്ങാൻ പോകുന്നത്, യുദ്ധത്തിനിറങ്ങാൻ പോകുന്നത് ഞാനാണ് നബിയേ. ആ സന്തോഷത്തിൽ ചിരിച്ചതാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ സ്വഹാബി ചോദിക്കുന്നു നബിയേ, അന്നകൂന അർജൂ
നബിയോട് പറയുന്ന നബിയെ എനിക്ക് ആ കൂട്ടത്തിൽ പെടാൻ നബിയെ ആ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു ഇന്ന് ഷഹീദാവുന്നവർക്ക് സ്വർഗമുണ്ടല്ലോ അത് എനിക്ക് വേണം നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലിരുന്ന കാരക്കയുണ്ടല്ലോ ആ കാരക്ക തിന്നുന്ന സമയത്തും പോലും ആ കാരക്ക കഴിക്കുന്ന സമയം പോലും എനിക്കിവിടെ നിൽക്കാൻ മനസ്സില്ലെന്ന് പറഞ്ഞ് ആ രണാങ്കണത്തിലേക്ക് കടന്നുപോയ ഷഹീദായ സഹാബിയ മഹാനായ ഉമയ്ർ ബിൻ ഹുമാമ റളിയല്ലാഹു തആല അൻഹു സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നെന്ന് പറഞ്ഞപ്പോ തന്റെ കയ്യിൽ പിടിച്ചിരുന്ന കാരക്ക കടിക്കാൻ അത് തിന്നുന്ന സമയം പോലും എനിക്ക് ഈ ദുനിയാവിൽ നിൽക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാരക്ക വലിച്ചെറിഞ്ഞിട്ട് ആ സ്വഹാബി യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയി ഷഹീദായെങ്കിൽ ഈ ഗുണമാണോ നമുക്ക് വേണ്ടത്? ഈ ഗുണമാണ് നമുക്ക് വേണ്ടത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബക്കറ്റിൽ പൈസ ഇടാൻ പറഞ്ഞല്ലോ, മടിയാടോ? ഇത്രയും പ്രതിഫലം പറഞ്ഞിട്ടും നമുക്ക് മടിയാട്. നമ്മൾ പടച്ചവനെ എത്ര പേരായിട്ടിരിക്കുന്നത്? 1-10 പ്രതിഫലം. ഏത് സാഹചര്യമാകട്ടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ഗർഭിണിയായിരിക്കുകയാണ്. ഒരു ഗർഭിണിയായ പെണ്ണിന് ഒരുപാട് മോഹമുണ്ടല്ലോ, ഒരുപാട് ആഗ്രഹമുണ്ടല്ലോ. ആ ഗർഭിണിയായ പെണ്ണിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്നത് ഭർത്താവിന്റെ കടമയാണല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കണം അലിയേ. ഗർഭിണിയായ ഫാത്തിമയുടെ ആഗ്രഹമാണ് ഒരു റുമ്മാമ്പഴം കഴിക്കണം, ഒരു റുമ്മാമ്പഴം കഴിക്കണം. ഭാര്യയുടെ ആഗ്രഹമാണല്ലോ, ഗർഭിണിയായ ഭാര്യയുടെ മോഹമാണല്ലോ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു റുമ്മാമ്പഴം വാങ്ങാൻ പോകുകയാണ്. പടച്ചവനെ അങ്ങനെ റുമ്മാമ്പഴവും വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ കടന്നു വരികയാണ്, ഒരു ദരിദ്രനായ മനുഷ്യൻ കടന്നു വരികയാണ്. അലിയേ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായലിയേ, വല്ലാത്ത പട്ടിണിയാലിയേ, കഴിക്കാൻ എന്തെങ്കിലും തരുമോ അലിയേ? അലിയാര് ഞങ്ങളുടെ കയ്യിൽ റുമ്മാമ്പഴം ഇരിക്കുകയാണ്, ഇത് എന്തിനു കൊണ്ടുപോകുന്നതാണ്? തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണ്, ആ ഗർഭിണിയായ പെണ്ണിന്റെ ആഗ്രഹമാണ് റുമ്മാമ്പഴം കഴിക്കണമെന്ന്. അത് കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന വഴിയിലാ ഈ മനുഷ്യൻ ചോദിക്കുന്നത്, അലിയേ തന്നാൽ അതിന്റെ 10 ഇരട്ടി അല്ല തരുമെന്ന് ഖുർആൻ പറയുകയാ. 1-10 ഇരട്ടിയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, സൂറത്തു അംസാൽ 1-10 ഇരട്ടിയാണ്. അവിടെ നിന്ന് പ്രതിഫലമെന്ന മനുഷ്യൻ പറയുമ്പോ തന്റെ ഭാര്യയായ ഫാത്തിമയ്ക്ക് കൊടുക്കാനിരുന്ന ആ റുമ്മാമ്പഴമെടുത്ത് കയ്യിൽ കൊടുക്കുകയാണ്. നന്മ കിട്ടപ്പോ അല്ലാഹു തരുമെന്ന് കേട്ടപ്പോ 10 ഇരട്ടി കിട്ടുമെന്ന് കേട്ടപ്പോ അലിയാര് ഞങ്ങളതെടുത്ത് കയ്യിൽ കൊടുക്കുകയാ. എന്നിട്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു കുട്ട നിറയെ റുമ്മാമ്പഴം അല്ലാഹു ഫാത്തിമയ്ക്ക് കൊടുത്തില്ലേ പെങ്ങള്? ഇതാണ് ഒരു നന്മ പറഞ്ഞാൽ. അത് എന്തുമാകട്ടെ, അത് നിസ്കാരത്തിന്റെ കാര്യമാകട്ടെ, ഖുർആൻ ഓതുന്ന കാര്യമാകട്ടെ, ദിക്റുകൾ പറയുന്ന കാര്യമാകട്ടെ, സ്വലാത്തുകൾ പറയുന്ന കാര്യമാകട്ടെ, സദഖ കൊടുക്കുന്ന കാര്യമാകട്ടെ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഒരു നന്മ പറയപ്പെട്ടാൽ നിങ്ങൾ മത്സരിക്കണേ, നിങ്ങൾ മത്സരിക്കണേ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ദീനിന് ആവശ്യമുണ്ട്, നിങ്ങളുടെ വീട്ടിലുള്ളത് എടുത്തു കൊണ്ടുവാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ സഹാബത്ത് മുഴുവനും ഇറങ്ങി ഓടുകയാണ്. അവരവരുടെ വീടുകളിലേക്ക് കടന്നു തന്നിട്ട് ഉള്ളത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എടുത്തു കൊണ്ടുവരുമ്പോ ഉമർ തങ്ങൾ ചിന്തിക്കുന്നു, അല്ലാഹ് എപ്പോഴും അബൂബക്കറാണ് ജയിക്കുന്നത്. ഉമർ തങ്ങൾ വിചാരിച്ചു,
പടച്ചവനെ എന്തു പറഞ്ഞാലും അബൂബക്കർ ഒന്നാമത് വരുന്നത്. ഈ പ്രാവശ്യം അബൂബക്കർ തങ്ങളെ എനിക്ക് തോൽപ്പിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തന്റെ വീട്ടിൽ പോയി സമ്പാദ്യം മുഴുവൻ എടുത്തു. എന്നിട്ട് പകുതി മാറ്റി വെച്ചു. പകുതി എടുത്തുകൊണ്ട് ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. ഇത് പറയാനുള്ള കാരണം അബൂബക്കർ തങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്നത്തെ ദിവസം നോമ്പ് പിടിച്ച ആരുണ്ട്? ഇന്നത്തെ ദിവസം നോമ്പ് പിടിച്ച ആരുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അൻത യാ റസൂലല്ലാഹ്, നബിയെ എനിക്കിന്ന് നോമ്പാണ്. നബി തങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, ഇന്നത്തെ ദിവസം ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഞാനുണ്ട് നബിയെ. ഇന്ന് ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയെ. ഇന്ന് രോഗസന്ദർശനം നടത്തിയ ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയെ. എപ്പോഴാ ചോദിക്കണേ? സുബഹി കഴിഞ്ഞിട്ട്, അസ്ർ കഴിഞ്ഞിട്ടല്ല, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടാണ് നബി തങ്ങൾ ചോദിക്കുന്നത്. ഇന്ന് ജനാസയിൽ പങ്കെടുത്ത, ഇന്ന് നോമ്പ് പിടിച്ച, ഇന്ന് രോഗസന്ദർശനം നടത്തിയ, ഇന്ന് സദഖ കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാത്തിനും മറുപടി മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുബഹിക്ക് മുമ്പ് തന്നെ എല്ലാം കഴിഞ്ഞു. നമ്മൾ പകല് പോലും ചെയ്യുന്നില്ല. സുബഹിക്ക് മുമ്പ് തന്നെ അബൂബക്കർ സിദ്ദീഖ് രോഗസന്ദർശനം നടത്തി, സദഖ കൊടുത്തു. അപ്പൊ ഏത് കാര്യത്തിനും അബൂബക്കർ തങ്ങൾ മുമ്പിലാണ്. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് ഒരു വാശി ഒരിക്കലെങ്കിലും ഒന്ന് പരാജയപ്പെടുത്തണം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് ഉമർ തങ്ങൾ തന്റെ സമ്പാദ്യത്തിന്റെ പകുതി മുഴുവൻ എടുത്ത് നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുകൊടുത്തു. നബി തങ്ങൾ ചോദിച്ചു, ഇനി വീട്ടിൽ എന്തുണ്ട്? എന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഇതാ നബിയെ. എന്നിട്ട് എല്ലാരും നബി തങ്ങളുടെ മുമ്പിൽ സദഖയുമായി വരുന്നുണ്ട്. ഉമർ തങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, അബൂബക്കർ എവിടെ? അബൂബക്കർ എവിടെ? എന്താ കൊടുക്കുന്ന അറിയണം. അങ്ങനെ അവസാനം മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അബൂബക്കർ തങ്ങളുടെ നബി തങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ പൊതിയുമായി വന്നു. അബൂബക്കർ തങ്ങൾ വരുമ്പോൾ ഉമർ തങ്ങൾ അടുത്തു പോയി നിന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ ഇനി വീട്ടിൽ എന്തുണ്ട്? ഇനി വീട്ടിൽ എന്തുണ്ട്? അല്ലാഹും അവന്റെ റസൂലും, വേറെ ഒന്നുമില്ല നബിയെ. മുഴുവനും കൊണ്ടുവന്ന് കൊടുത്തു. ഇതൊരു മത്സരമാണോ? ഇതാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മത്സരിക്കേണ്ടത്. നന്മകൾക്ക് വേണ്ടി നമ്മൾ മത്സരിക്കണം. ഈ വയല് എല്ലാരും കേൾക്കുന്നുണ്ട്. ആർക്കും എല്ലാ മൊബൈലിലും വയല. ഉറങ്ങുന്നത് തന്നെ എന്നോട് തന്നെ പലരും പറയാറുണ്ട്, സിറാജ് ഉസ്താദെ നിങ്ങളുടെ വയല് കേട്ടിട്ടാ ഞാൻ ഉറങ്ങുന്നേ എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറത്ത് ഈമാൻ തരുമാറാകട്ടെ. എന്താ പറയണേ? ഉസ്താദ് നിങ്ങളുടെ വയത് കേട്ടിട്ടാ ഞാൻ ഉറങ്ങുന്നതെന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ വയത് കേട്ടാ ഉറക്കം വരുമെന്നാ ഞാൻ ചിന്തിക്കുന്നത്. ഉസ്താദ് നിങ്ങളുടെ വയത് കേട്ടിട്ടാ, ഏത് മൊബൈൽ എടുത്തു നോക്കിയാലും വയലുണ്ട്. ഏതെങ്കിലും ഉസ്താദിന്റെ വയലുണ്ട്. അതിനിടയിൽ 2 സിനിമയുമുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏത് മൊബൈൽ എടുത്തു നോക്കിയാലും ഇന്ന് നോക്കിക്കേ, ടി വി ഒന്നും ഇപ്പൊ എവിടെ നോക്കിയാലും, ബസ്സാകട്ടെ ട്രെയിൻ ആകട്ടെ, ഒന്ന് കണ്ട അടുത്തിരിക്കുന്ന ആളെ പോലും അറിയില്ല. എല്ലാം മൊബൈലില്ല. ഇരുന്ന് സിനിമ കാണാം, സീരിയല് കാണാം, കരയുന്നവരില്ലേ. ഞാനും സുൽഫി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ജനശതാബ്ദിയിൽ ഇങ്ങനെ യാത്ര പോകുമ്പോ ഞാൻ നോക്കുമ്പോ അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് ഒരു പെണ്ണിങ്ങനെ ആദ്യം എന്തൊക്കെയോ വലിയ ശബ്ദത്തിൽ ഫോൺ വിളിക്കുന്നുണ്ട്. ചില ആൾക്കാർ അങ്ങനെ, എന്തിനാ അല്ലാ ഫോൺ വിളിക്കണേ, പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. അങ്ങനെ ശബ്ദത്തിലൊക്കെ ഫോൺ വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഈ പെണ്ണിരുന്ന് കരയുന്നുണ്ട്. അപ്പൊ നമ്മള് വിചാരിച്ചു, പടച്ചോനെ ചിലപ്പോ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ട് അതുകൊണ്ടായിരിക്കും ഇവര് കരയുന്നതെന്ന്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ നേരത്ത് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ ഞാൻ നോക്കി എന്താന്ന് നോക്കുമ്പോ ഈ പെണ്ണ് സീരിയൽ കണ്ടിട്ടായിരുന്നു കരയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നന്മ പറയപ്പെട്ടാൽ ആ നന്മ ചെയ്യാൻ ധൃതി കാണിക്കണം. അത് ജീവിതത്തിൽ മുറുകെ പിടിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? കുറച്ചെണ്ണം പോയി. സുഖമല്ലേ? ഞാൻ നിങ്ങൾക്ക് ഒരു നന്മ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം. കഷ്ടപ്പാടില്ല, ഉറക്ക വഴിയല്ല, പ്രയാസമില്ല. ഈ നന്മ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പോരാ, ഇൻഷാ അല്ലാഹ് ഒരു നന്മ പറഞ്ഞു തരട്ടെ. ചെയ്യുവോ? ചെയ്യാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇനി പൊക്കാത്തവര് നന്മ എന്താന്ന് കേട്ടിട്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. ഇപ്പൊ നന്മ എന്താന്ന് പറഞ്ഞില്ലല്ലോ, നന്മ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
നിസ്കാരം കഴിഞ്ഞിട്ട് പറയുന്നില്ല, ഇനിയാ ഇപ്പൊ ഉറങ്ങാൻ നേരത്ത് പറയാ. ഉസ്താദ് നിസ്കരിച്ചിട്ട് പോലും ഞാനിത് പറയാറില്ല, ഇനിയാ ഇപ്പൊ ഉറങ്ങാൻ കിടക്കുമ്പോ. അല്ലേ? അള്ളാഹുവെ, രണ്ട് ചെവിയിലും ഹെഡ്സെറ്റ് കയറ്റി വെച്ച് പടം കണ്ട് അങ്ങനെ ഉറങ്ങും. പാട്ട് കേട്ട് ഉറങ്ങും. യൂട്യൂബിലും ഫേസ്ബുക്കിലും കേറിയിരുന്ന് കുത്തി ഉറങ്ങും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പറന്ന കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു കാര്യം ഓർത്തോ, നീ സിനിമ കണ്ടുകൊണ്ടാണ് നീ ഉറങ്ങുന്നതെങ്കിൽ, സിനിമ അവസാനമായിട്ട് നീ കണ്ടത് നിനക്ക് ഉപകാരമുണ്ട്, നീ ചിന്തിക്കണം. ഒരാള് സിനിമ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്താ നീ മരിക്കുന്നതെങ്കിൽ നാളെ പരലോകത്ത് വരുമ്പോഴും ആ രംഗത്തിലാ വരുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ നന്മ ചെയ്തുകൊണ്ട് വേണം മരിക്കാൻ പറയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ എന്ത് പറയണം? 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഒരു നന്മ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നു. അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്വന്തം മകളിൽ പോയിട്ട് നിബിധങ്ങളോട് പരാതി പറഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ എന്താവില്ലേ? 2 മക്കളെ കാലിൽ കയറ് കെട്ടിയിട്ടിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ആട്ടാൻ സമയമില്ല, കാരണം അരി പൊടിക്കണം. അത്രയ്ക്കും കഷ്ടപ്പാടായിരുന്നു ഫാത്തിമയ്ക്ക്. നിങ്ങൾക്ക് അല്ലാഹു അത്രയും കഷ്ടപ്പാട് വരുത്തിയിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് നിബിധങ്ങൾ എന്താ പറഞ്ഞേ? ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കണം, മക്കൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കണം. അറിയോ പതിപോലെ എന്നെ ഇവിടെ കൊണ്ടിട്ടിരിക്കുക വെച്ചോളം. ഭർത്താവിന്റെ തുണി കഴുകി കൊടുക്കണം, ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാര് എപ്പോഴെങ്കിലും തലയിൽ ഒന്ന് എണ്ണ തേച്ച് തന്നിട്ടുണ്ടോ? ഒന്ന് ആലോചിക്കുക. ഉണ്ടോ കാക്കാമാരെ? ഉണ്ടോ? ഏതെങ്കിലും ഒരു ഭാര്യ തലയിൽ എണ്ണ തേച്ച് തന്നത് ഓർമ്മയുള്ള ഭർത്താക്കന്മാരെന്ന് കൈവക്കിക്കുക. ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും? ഭാഗ്യവാന്മാര്. പെണ്ണുങ്ങൾ ഇരുന്ന് ചിരിക്കുക. ഇനി അങ്ങാരുടെ കഷണ്ടിയിൽ തേച്ചു കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളു. ഇപ്പോഴും ഒന്നുകൂടെ കെട്ടാൻ നടക്കുക. ഞാൻ ഇനി എണ്ണയല്ല തേച്ചു കൊടുക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്ത് പ്രതിഫലം എന്നറിയോ? അതാ ജീവിതം, വലിയ പ്രതിഫലം. ഇന്ന് ഈ വാപ്പമാര് പഠിക്കണമെന്നറിയോ? ഇന്ന് പല ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് വിവാഹമോചനം നടക്കാനുള്ള കാരണം പെണ്ണും പയ്യനുമല്ല, കുടുംബക്കാരാ. എടാ, പെണ്ണിനും ആണിനും ജീവിക്കാൻ ആഗ്രഹമുണ്ട്, കുടുംബക്കാര് സമ്മതിക്കൂല. എത്ര അവസ്ഥയാണെന്നറിയോ? അവര് വാശി പിടിച്ചിട്ടാ ഈ കുടുംബങ്ങൾ തകർന്നു പോകുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഒരിക്കൽ ഒരു മസ്ലഹത്തിന് പോയി. ഒരു പെണ്ണും ആണും ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്ക് കൂടിയിട്ട് 2 കുടുംബക്കാരും വന്നിട്ട് മധ്യസ്ഥ എഴുന്ന ഈ സ്വർണ്ണമൊക്കെ കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങുന്ന കണ്ടല്ല, എന്താ പറയാ, ഈ കൊടുത്തതൊക്കെ തിരിച്ചു എന്താ പറയാ, എഴുതി വെക്കൂലേ? കൊടുത്തതൊക്കെ ബന്ധം ഒഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, സെറ്റിൽമെന്റ് ഒക്കെ അതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുമ്പോ പയ്യനും പെണ്ണിനും ഒന്നും സംസാരിക്കാൻ സമയമില്ല. വീട്ടുകാർ പറയും, നീ അങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ ഇവര് ഭാഷ. ഞാൻ പറഞ്ഞു, എന്താ ഉസ്താദ് ഒന്നും മിണ്ടാത്ത? ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പെണ്ണിനോടും പയ്യനോടും ഒന്ന് സംസാരിക്കണം. ഇവരോട് 2 പേരോട് മാത്രം എനിക്കൊന്ന് സംസാരിക്കണം. അങ്ങനെ ഞാൻ ഇവര് 2 പേരെയും വിളിച്ചു മുകളിൽ മദ്രസയ്ക്കകത്ത് കൊണ്ടുപോയി. ഞാൻ അവരോട് ചോദിച്ചു, ഭർത്താവിനോട് ചോദിച്ചു, നിന്റെ പരാതി എന്താ? അവനെല്ലാം പറഞ്ഞു. ഈ പെണ്ണിനോട് ചോദിച്ചു, നിന്റെ പരാതി എന്താ? പടച്ചവനെ പൊട്ടിത്തെറിയും ബഹളവും കുടുംബജീവിതം അങ്ങനെയാണല്ലോ. ക്ഷമ വേണം. ഞാൻ മിണ്ടാതെ ഇരുന്ന് കേട്ടു. 2 പേരും പറയാനുള്ളത് മുഴുവനും പറഞ്ഞു തീർത്തു. ഞാൻ അവസാനം ചോദിച്ചു, എന്തായാലും ഇത്രയൊക്കെ ആയി. പറഞ്ഞു തീർന്നപ്പോഴത്തേക്ക് കുറച്ച് സമാധാനമായി അവർക്ക്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർക്കും വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടൊന്ന് ജീവിച്ചുകൂടെ? ഒരവസരം കൂടെ അങ്ങോട്ടും കൊടുത്തുകൂടെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെല്ലാം പറഞ്ഞു തീർന്നപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ താഴെ സെറ്റിൽമെന്റോട് കൂടി നിങ്ങൾ പിരിഞ്ഞു. ഇനി ഒരിക്കലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും പറയാനും ഒന്നും പറ്റൂല. അതുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച് ജീവിക്ക്, ഇല്ലെങ്കിൽ പറഞ്ഞ് പരസ്പരം ഉള്ളത് പറഞ്ഞ് ഇവിടുന്ന് പൊരുത്തം ചോദിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. നിങ്ങൾ 2 പേരും കൂടെ ഇവിടെ ഇരുന്ന് ഇനി ഒരിക്കലും പൊരുത്തം ചോദിക്കാൻ അവസരമില്ല. അതുകൊണ്ട് നിങ്ങൾ പറയാനുള്ളത് മുഴുവനും പറഞ്ഞു പൊരുത്തം ചോദിച്ചിട്ട് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ വാതിലടച്ചിട്ട് പുറത്തിറങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി വരുമ്പോ ഈ ഭാര്യയും ഭർത്താവും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രംഗമാകണ്ടേ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ വാതിലിൽ കൂടെ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു, എവിടെങ്കിലും പോയി ജീവിക്കാൻ. ഞാൻ അവരോട് പറഞ്ഞു, ഇതിലെ ഇറങ്ങി നിങ്ങൾ എവിടെയും പോയി ജീവിക്കുക. നിങ്ങളെ സമ്മതിക്കാത്തത് നിങ്ങളെ കുടുംബക്കാരാ. ആ പെണ്ണും ആ പയ്യനും ആ വഴിയെ ബൈക്ക് എടുത്തുകൊണ്ട് അവരവരുടെ പാടിന് പോയി. ഞാൻ താഴെ ചെന്നപ്പോ വലിയ ബഹളം നടക്കുന്നു. ഞാൻ പറഞ്ഞു, അവരെത്തേണ്ടിടത്തെത്തി നിങ്ങൾ പൊക്കോളാൻ. ഇന്ന് നടക്കുന്ന ഇതാണ്.
വെറുതെ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ. അപ്പൊ നബിതങ്ങളോട് തന്റെ പൊന്നാര മകള് വന്ന് ഭർത്താവിന്റെ പ്രയാസങ്ങൾ പറഞ്ഞപ്പോ, ഭർത്താവിന്റെ വീട്ടിൽ പരാതി പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു കൊടുത്തത്, മോളെ ഇതാണ് വാപ്പാ, ഇതാണ് വാപ്പാ. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഇന്ന് രാത്രി മുതൽ പറയണേ, ഇന്ന് രാത്രി മുതൽ പറയണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ 4 കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങല്ലേ ആയിഷ. ഒരു നന്മ പറഞ്ഞു തരാ, ഒരു നന്മ പറഞ്ഞു തരാ. ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്. നിങ്ങൾക്കും രക്ഷപ്പെടാം, എനിക്കും രക്ഷപ്പെടാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ 4 കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവേ, ഇന്ന് നിങ്ങളോട് ഞാനൊരു നന്മ പറയുകയാണ്. ചെയ്യാൻ പറ്റുന്നവര് ചെയ്യണേ, ചെയ്യാൻ പറ്റുന്നവര് ചെയ്യണേ. അല്ലാഹുവേ, ഈ 4 നന്മകൾ ചെയ്തിട്ട് ഉറങ്ങാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഇന്ന് രാത്രി നിങ്ങളൊക്കെ ഉറങ്ങാൻ പാടുള്ളൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ, ചെയ്തൂടെ, ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ. പറഞ്ഞരട്ടെ, വേണോ വേണ്ടേ, വേണോ വേണ്ടേ? വിശക്കുന്നവൻ ആഹാരം കൊടുത്തിട്ടേ കാര്യമുള്ളൂ, വയറ് നിറഞ്ഞിരിക്കുന്നവന് മട്ടൻ മന്തി കൊടുത്തിട്ടും കാര്യമില്ല. വേണോ വേണ്ടേ, വേണോ എന്നുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. അൽഹംദുലില്ലാഹ്, 11 മണി വരെ അവിടെ ഇരിക്കും. അവസാനം പറഞ്ഞു തരാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആദ്യം ക്ഷമ വേണമല്ലോ. അത് വയത് കഴിഞ്ഞു. ഞാൻ പറയാൻ മറന്നുപോയാലും നിങ്ങൾ എന്നോട് ചോദിക്കണം, ഞാൻ പറയാൻ വിട്ടുപോയാലും നിങ്ങൾ എന്നോട് ചോദിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നാളെ സ്വർഗത്തിൽ പോകാനുള്ള 1ാമത്തെ പടി എന്താ? ഒരു നന്മ നിന്റെ മുമ്പിൽ പറയപ്പെട്ടാൽ പിന്നെ നിനക്ക് ധൃതിയാണ്, എങ്ങനെയെങ്കിലും അത് ചെയ്യണം. അത് ചെയ്യാതെ നിനക്ക് സമാധാനമില്ല. ഇങ്ങനെ ഒരു സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവേ, ആ സ്വഭാവം നിങ്ങൾക്ക് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, 2ാമത്തെ ഗുണമെന്താണ്? വിശദീകരിക്കുന്നില്ല. 2ാമത്തെ ഗുണമെന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. 2 വയദഊനനാ റഗബൻ വറഹബാ. 2ാമത്തെ കാര്യമെന്തെന്നറിയോ? 2ാമത്തെ കാര്യമെന്തെന്നറിയോ? പടച്ചവനെ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ, വളരെ ബുദ്ധിമുട്ടിന്റെ സമയത്ത്, പടച്ചവനെ ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രതിസന്ധിയിലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. പടച്ചവനോട് അവർ ദുആ ചെയ്യുകയാണ്. അവർ അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കുന്നവരാണ്. അവർ പടച്ച റബ്ബിൽ പ്രതീക്ഷ വെക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി പിടിച്ചുകൊണ്ട് വരികയാണ്. വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എന്ത് ചെയ്തെന്നറിയുമോ? അല്ലാഹുവേ, അവിടുന്ന് കത്തിക്കാൻ തീരുമാനിച്ചു, തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ തീരുമാനിച്ചു. അങ്ങനെ ജനങ്ങൾ മുഴുവനും വിറക് ശേഖരിച്ചു കൊണ്ടുവരികയാണ്. പലരും നേർച്ച ചെയ്തടോ, പലരും നേർച്ച ചെയ്യുകയാ, എന്റെ രോഗം മാറണാൻ. പടച്ചവനെ അവർ നേർച്ച ചെയ്തു, ഇബ്രാഹിമിനെ കത്തിക്കാനുള്ള തീയിലേക്ക് വിറക് കൊടുക്കുക. അങ്ങനെ ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. ഖുർആൻ പറഞ്ഞതെന്തെന്നറിയോ? ആ തീക്കുണ്ടാരത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കടിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കി. അടുത്തു പോകാൻ പറ്റുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിച്ചുകൊണ്ട് വന്ന് കയ്യും കാലും കെട്ടിയിട്ട് അമ്പും വില്ലും തയ്യാറാക്കി
തയ്യാറാക്കി മുകളിൽ കയറ്റി നിർത്തിയിരിക്കുകയാ. അമ്പും വില്ലും തയ്യാറാക്കി മുകളിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ്. എയ്തുവിടുന്നതിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് എയ്തുവിടാൻ പോകുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. ഇബ്രാഹിം നബിയെ, ഈ കാണുന്ന തീക്കുണ്ടാരം അണച്ചു കളഞ്ഞിട്ട് അങ്ങയെ ഞാൻ രക്ഷപ്പെടുത്തട്ടെ, ഒന്നനുവാദം തരുമോ, ഒന്നനുവാദം തരുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ജിബ്രീലേ, നിന്റെ സഹായം എനിക്ക് വേണ്ട, എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹുവിനറിയാം എന്നെ രക്ഷപ്പെടുത്താൻ. പടച്ചവനെ അതാ അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കുകയാണ്. പടച്ച റബ്ബിനോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. ഒരു രോമം പോലും കരിയാതെ മാസങ്ങൾക്ക് ശേഷം, ദിവസങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തീക്കുണ്ടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കടോ, ദുആ ചെയ്യടോ. പ്രതിസന്ധിയിലും രക്ഷപ്പെടും സഹോദരാ. നിന്നെ സഹായിക്കാൻ ഒരാളുമില്ലെന്ന് തോന്നുന്ന സമയം ഇനി നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, എല്ലാ വഴികളും അടഞ്ഞോ. ഒരിക്കൽ ഉസ്താദ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ, പേര് ഞാൻ മറന്നു, ഇമാം മാലിക് തങ്ങളാണെന്ന് തോന്നുന്നു, ഉസ്താദ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും, നബിതങ്ങളുടെ ഹദീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നബിതങ്ങളുടെ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു തേള് വന്നിട്ട് കടിച്ചു. 16 or 17 പ്രാവശ്യം, 16 or 17 പ്രാവശ്യം തേള് കടിച്ചു. എന്നിട്ട് ഉസ്താദ് എഴുന്നേറ്റില്ല. അപ്പൊ കുട്ടികള് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്തേ എഴുതാക്കാനാണ്? നബിതങ്ങളുടെ ഹദീസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഹദീസ് പകുതിയിൽ നിർത്തുന്നത് പേടിച്ചിട്ടാ ഞാൻ എഴുന്നേക്കാതിരുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. തേളാബങ്ങളെ പാമ്പൊന്നുമല്ല. ഇനി ഇവിടെ ഇരുന്ന് മരിക്കാൻ വിധിയുണ്ടെങ്കിൽ ഹാപ്പി ആയിക്കോ, ഷഹീദിന്റെ കൂലിയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒന്നും പറ്റൂല, അതെന്റെ വഴിക്ക് പൊക്കോളൂ, നിങ്ങൾ കാര്യാക്കണ്ട. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, ഏത് പ്രതിസന്ധിയുടെ സമയത്തും ഇനി ആരും നമ്മളെ സഹായിക്കാനില്ല, രക്ഷപ്പെടില്ല എന്ന് കരുതുന്ന സമയം, രക്ഷപ്പെടില്ല എന്ന് കരുതുന്ന സമയം, ആ സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ആ സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഏതുപോലെ എന്നറിയുമോ? വനന്നൂനി ഇദ്ഹബു മുഗാദിബൻ ഫളന്ന. അല്ലാഹുവിന്റെ പ്രവാചകനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് ആഴമറിയുമല്ലോ. പടച്ചവനെ, വല്ലാത്ത ആഴമാണ് കടലിന്. അതാ കടലിനടിയിലേക്ക് പോകും തോറും വല്ലാത്ത ഇരുട്ടാട്. പടച്ചവനെ, ആ കടലിൽ ജീവിക്കുന്ന ഒരു മീനാണ് തിമിംഗലം എന്ന് പറയുന്നത്. അത് കടലിന്റെ ഏറ്റവും ആഴം കൂടിയ സ്ഥലങ്ങളിലാണ് തിമിംഗലം ജീവിക്കുന്നത്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ആ തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറ്റിനകത്ത് കിടക്കുകയാണ്. ഇതിനെക്കാളും വലിയ ഒരു പരീക്ഷണമില്ല. എവിടെയാ കിടക്കുന്നത്? കടലിൽ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത്. ആ ആഴമുള്ള സ്ഥലത്ത് കഴിയുന്ന കടലിലെ ഏറ്റവും വലിയ മീനായ തിമിംഗലത്തിന്റെ വയറ്റില്, ആ മീനിന്റെ വയറ്റിലാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം കിടക്കുന്നത്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം എങ്ങനെ രക്ഷപ്പെടുമടോ? ഇനി നിങ്ങൾ പറ, അതിനകത്ത് നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? സുലൈമാൻ നബിയെ രക്ഷപ്പെടുത്താൻ ആരാവുള്ളത്? ആ മീനിന്റെ വയറ്റിൽ കിടന്നിട്ട് ഏറ്റവും പ്രയാസകരമായ സമയത്ത് യൂനുസ് നബി അല്ലാഹനെ വിളിക്കുകയാ. ഫനാദാ ഫിദ്ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ.
മഹാനായ സുലൈമാൻ യൂനുസ് നബി അലൈഹിസ്സലാം ആ കടലിന്റെ അടിത്തട്ടിൽ മീനിന്റെ വയറ്റിനകത്ത് കിടന്നിട്ട് ആ ഇരുളിനകത്ത് കിടന്ന് അതിനെക്കാളും ഒരു പ്രയാസം ഒരാളും അനുഭവിച്ചിട്ടില്ലടോ. ആ മീനിന്റെ വയറ്റിനകത്ത് കിടന്നിട്ട് യൂനുസ് നബി വിളിക്കുന്നു, ഫനാദാ, പടച്ച റബ്ബിനെ വിളിക്കുകയാ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാം ആ മീനിന്റെ വയറ്റിൽ കിടന്നിട്ട് പടച്ചവനെ വിളിക്കുകയാണ്. അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹു പറയുകയാ, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് നബി അലൈഹിസ്സലാം ആ മീനിന്റെ വയറ്റിനകത്ത് കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ആ ദിക്റങ്ങാണം ആ ദുആയങ്ങാണം പറയാതെ ഇരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറ്റിൽ കിടക്കേണ്ടി വരുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യടോ. ജീവിതത്തിൽ പ്രയാസം വരുമ്പോ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോ, കച്ചവടം നഷ്ടത്തിലാകുമ്പോ, രോഗങ്ങൾ കടന്നു വരുമ്പോ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, മക്കളില്ലാതെ വരുമ്പോ, പടച്ചവനെ എല്ലാവരും അല്ലാഹുവോട് ദുആ ചെയ്യൂ. അല്ലാഹു കഴിവുള്ളവനാണ്, അല്ലാഹു കഴിവുള്ളവനാണ്. അല്ലാഹുവിന് കഴിയാത്തതൊന്നുമില്ലല്ലോ. ആ മീനിന്റെ വയറ്റിൽ കിടന്ന് ദുആ ചെയ്ത യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ രക്ഷപ്പെടുത്തി എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഫലസ്തീനും ഈജിപ്തും ഒക്കെ യാത്ര ചെയ്യുമ്പോ യൂനുസ് നബിയുടെ ഖബർ കാണാൻ പോകുമ്പോ ആ മീൻ കൊണ്ടുവന്ന് കരയിൽ കക്കി വെച്ച സ്ഥലം കാണുമടോ. ഇന്നതൊരു വലിയ ബീച്ചാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഖുർആൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന ആ അടിമയ്ക്ക് വേണ്ട രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? അവൻ അല്ലാഹുവിലെ പ്രതീക്ഷ വെക്കുന്നവനാ, പടച്ചവനിലേക്ക് ദുആ ചെയ്യുന്നവരാ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ വാദിന് വന്നപ്പോ പലരും പറഞ്ഞ ഒരു കാര്യം, ഉസ്താദേ, വിവാഹം കഴിഞ്ഞ് 5 കൊല്ലമായി 10 കൊല്ലമായി മക്കളില്ല. സങ്കടം പറഞ്ഞ ഒരുപാട് പേരുണ്ടടോ, സങ്കടം പറഞ്ഞ ഒരുപാട് പേരുണ്ടടോ. മക്കളില്ലാത്തവർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തവരെ കാണുമ്പോ പെണ്ണുങ്ങൾ ചോദിക്കും, ഒന്നുമായില്ലേ? സ്നേഹം കൊണ്ടല്ല പെങ്ങള്, അതൊരു കളിയാക്കലാ. എന്നോട് തന്നെ ഒരു സഹോദരി പറഞ്ഞു, ഉസ്താദ്, ഒരു ഫംഗ്ഷനും പോകില്ല, കല്യാണ വീടുകളിൽ പോകില്ല, ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്തും ഞാൻ പോകില്ല. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ ചോദ്യം സഹിക്കാൻ പറ്റുന്നില്ല.